സർ, ശബരിമല സ്വർണ്ണപ്പാളി വിവാദം അത് സംബന്ധിച്ച കേസുകൾ കാര്യങ്ങൾ അന്വേഷിക്കാനായിട്ട് ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ ഹൈക്കോടതി തന്നെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അവരുടെ പ്രവർത്തനം തൃപ്തികരമല്ല അല്ലെങ്കിൽ ശരിയായ ദിശയിലല്ല എന്ന് ഹൈക്കോടതി തന്നെ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ട്. താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഇത് കഴിഞ്ഞ സെപ്റ്റംബർ 7 ഈ വിഷയം പുറത്തേക്ക് വരുന്നത്. അതിനുശേഷം വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള 16 പേരുടെ പേരിൽ FIR ഇട്ടിട്ടുണ്ടെങ്കിലും വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള അറസ്റ്റുകളെ ഇതുവരെ നടന്നിട്ടുള്ളൂ. 9 പേരെ ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടുള്ളൂ. ഇന്നലെ അറസ്റ്റ് ചെയ്ത 2 പേര്, അത് ഹൈക്കോടതി കഴിഞ്ഞ സിറ്റിങ്ങിൽ നല്ലൊരു ഡ്രസ്സിങ് ഡൗൺ ഈ നമ്മുടെ SITക്ക് കൊടുത്തായിരുന്നു. ഇത്രയും കൂടുതൽ വിമർശിക്കാൻ അർഹനല്ല നമ്മുടെ ADGP വെങ്കടേഷ് സാർ. അപ്പോൾ അദ്ദേഹത്തിന് കിട്ടിയ ഒരു ഡോസ് നല്ലൊരു ഡോസായിരുന്നു. അതിൻ്റെ സ്പീഡിലാണ് പെട്ടെന്ന് ഇവർ 2 പേരെ അറസ്റ്റ് ചെയ്യേണ്ടി വന്നത്. ഈ സ്വർണം പാളി കൊണ്ടുപോയി ഉരുക്കി അതിലെ സ്വർണം എടുത്ത് മാറ്റിയിട്ട് ഇനി അതിന് വേറെ ഫ്രെയിം ഉണ്ടാക്കി വെച്ചതാണോ, അതായത് ചെമ്പ് കൊണ്ടുള്ള ഫ്രെയിം പുതുതായിട്ട് ഉണ്ടാക്കി വെച്ചതാണോ, മുകളിൽ ഉണ്ടാക്കി പുതുതായിട്ട് വെച്ചതാണോ, അത് ഇതേ സ്വർണത്തിന് തന്നെ പാളി അഴിച്ചെടുത്തിട്ട് ചെയ്തതാണോ എന്ന് നമുക്കറിയത്തില്ല. പക്ഷേ അത് ചെയ്തത് ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻ എന്ന് പറഞ്ഞ കമ്പനിയാണ് ചെയ്തിട്ടുള്ളത്. അത് ചെയ്ത് കിട്ടിയ സ്വർണ്ണം അവർ ഗോവർദ്ധൻ എന്ന് പറയുന്ന ഒരാൾക്ക് ബെല്ലാരിയിലേക്ക് കൊടുത്തേക്കുകയും ചെയ്തു. അപ്പോൾ ഇതിനകത്ത് ഒരുപാട് മിസ്സിംഗ് ലിങ്കുകൾ ഇപ്പം സെപ്റ്റംബർ 7 കഴിഞ്ഞിട്ട് ഒക്ടോബർ, നവംബർ, ഡിസംബർ 3 മാസം, ഏകദേശം 100 ദിവസം തികയുന്നു. 100 ദിവസമായിട്ടും ഇതിനകത്തുള്ള പ്രധാനപ്പെട്ട ലിങ്കുകളെ ഇതുവരെയും കോടതിക്ക് മുമ്പ് എത്തിപ്പെടാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ കോടതി 2 ദേവസ്വം ബോർഡ് മെമ്പർമാരുടെ പേര് തന്നെ എടുത്ത് പറയുകയുണ്ടായി, അവരെ നിങ്ങൾ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്തില്ല. ഒരാൾ ഒരു IPS ഓഫീസറുടെ അച്ഛൻ കൂടെയാണ്, മാത്രമല്ല രാഷ്ട്രീയമായിട്ട് വളരെ വേണ്ടപ്പെട്ട 2 പേരാണ്. അപ്പോൾ ആ ഉന്നതരിലോട്ട് അന്വേഷണം എത്താത്തതിൽ ഹൈക്കോടതിയുടെ അതൃപ്തിയല്ല, അവർ ഡിസ്റ്റർബ്ഡ് ആണ്. വളരെ ഡിസ്റ്റർബ്ഡാണ്. കാര്യം ഇത്രയും ഒരു കാര്യം വന്ന് ഇത്രയും പ്രസിഡന്റിനെ അറസ്റ്റ് ചെയ്ത് അകത്തിട്ടിട്ടും ആ കൂടെ ഉണ്ടാകുന്ന 2 മെമ്പർമാരെ എന്തിന് വിഹരിക്കാൻ വിടുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഉത്തരവില്ല. ആ ഒരവസ്ഥയിലാണ് എത്തിയത്. ഇപ്പം നമ്മൾ വന്നതിൽ ഇപ്പം കായംകുളം കൊച്ചുണ്ണി, വെള്ളായണി പരമു എന്നൊക്കെ പറയുന്ന മാതിരി ഇപ്പോൾ നമ്മുടെ ലാഭ വന്നത് ആറന്മുള പപ്പനും പിന്നെ വാസുവും മാത്രമാണ് വന്നിട്ടുള്ളത്. ബാക്കി ഇനി പിന്നെ ഇത്തിക്കര പക്കി ഒക്കെ വരാനുണ്ട്. അപ്പോൾ ഇവരൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ കോടതിയുടെ മുമ്പ് ഡോണ്ട് സ്പെയർ എനിബഡി എന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. ആ ഒരു അന്വേഷണത്തിന് വന്നില്ലെങ്കിൽ ഇനിയും ഹൈക്കോടതിയുടെ ക്ഷമ പരീക്ഷിക്കുകയാണെങ്കിൽ SITയുടെ ഘടനയിൽ ചിലപ്പോൾ മാറ്റങ്ങൾ ഉണ്ടാകാൻ തന്നെ സാധ്യതയുണ്ട്. കാര്യം ഹൈക്കോടതി ഒരു ഡിവിഷൻ ബെഞ്ചിൻ്റെ പ്രവർത്തനങ്ങൾ സുപ്രീം കോടതിയും വാച്ച് ചെയ്യുന്നുണ്ട്. ഇത് അവരും വളരെ ഇൻട്രസ്റ്റ് ആയിട്ട് വാച്ച് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇത് അവരുടെ മുകളിലും നല്ല പ്രശ്നമുണ്ട്, ഈ ഹൈക്കോടതി ജഡ്ജിമാരുടെ മുകളിലും നല്ല പ്രശ്നമുണ്ട്. കാര്യം ഇത് അന്വേഷണം ശരിയായിട്ട് പോകുന്നില്ല. ഇവർ ബോർഡ് ഒരു SIT കൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ശരിയായില്ല എന്ന് സുപ്രീം കോടതിക്ക് തോന്നുകയാണെങ്കിൽ അവരിടപെടുകയോ അല്ലെങ്കിൽ കേസ് അങ്ങോട്ട് വിളിപ്പിക്കുകയോ ചെയ്യുകയാണെങ്കിൽ ഇവരുടെ കരിയർ പോക്കാണ് ഈ 2 ഹൈക്കോടതി ജഡ്ജിമാരുടെ. അപ്പോൾ അതൊക്കെ കൂടെ നോക്കുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഘടനയിൽ ഒരു മാറ്റം അനിവാര്യമായിട്ട് വരുന്നു എന്നാണ് വരുന്നത്. മനസ്സിലായി. ഇപ്പോൾ താങ്കൾ ഒരു IPS ഓഫീസറുടെ താല്പര്യം എന്ന് പറഞ്ഞു. ആ IPS ഓഫീസറുടെ പേരെന്തുകൊണ്ട്? ഹരിശങ്കർ എന്നാണ്. ഹരിശങ്കർ. ഓക്കെ. അദ്ദേഹത്തിന്റെ അച്ഛനാണ്. അദ്ദേഹത്തിന്റെ അച്ഛന്റെ റോൾ എന്താണ് അദ്ദേഹം ഇതിൽ എങ്ങനെയാണ് ഇൻവോൾവ് ആവുന്നത് പ്രേക്ഷകരുടെ അറിവിലേക്ക്? ഈ ചെമ്പ് പാളി എന്ന് രേഖപ്പെടുത്തി ഇത് ചെന്നൈയിലേക്ക് അയക്കാൻ വേണ്ടിയിട്ട് കൊടുത്തയച്ച ബോർഡ് തീരുമാനത്തിൽ ഒപ്പിട്ട ഒരാൾ അദ്ദേഹം കൂടെയാണ്. അതിൻ്റെ അന്നത്തെ ബോർഡ് സെക്രട്ടറി മുൻകൂർ ജാമ്യം തേടിയിട്ടുണ്ട്. അവർ മാപ്പുസാക്ഷിയാവാൻ ശ്രമിക്കുന്നുണ്ടെന്നാണ് തോന്നുന്നത്. കാര്യം അവരുടെ വൃക്കയൊക്കെ ട്രാൻസ്പ്ലാന്റ് ചെയ്ത് അവർ വളരെ ആവശ്യമായിട്ട് സുപ്രീം കോടതി ചെന്നിട്ട് അവർ അറസ്റ്റ് ചെയ്തതെന്ന് വിലക്കി, ജാമ്യമല്ല കൊടുത്തിരുന്നത്, സുപ്രീം കോടതി അവർ അറസ്റ്റ് ചെയ്തില്ലെന്ന് വിലക്കിയിരിക്കുകയാണ് 7 തീയതി വരെ. അപ്പോൾ അത്രയും വലിയ ഒരു ഉത്തരവാദിത്വം ഉള്ള ഒരു ആൾക്കാർ തന്നെയാണ് അവർ 2 പേരും. ഈ പ്രസിഡന്റിന്റെ കൂടെയുള്ള കൂട്ടുകുറ്റവാളികൾ തന്നെയാണ് അവർ. ഏതായാലും കഴിഞ്ഞ ദിവസം ഹൈക്കോടതി രൂക്ഷമായിട്ട് വിമർശിച്ചു. അതിനുശേഷം ധൃതി പിടിച്ച് 2 പേരെ അറസ്റ്റ് ചെയ്തു. ഈ അറസ്റ്റ് ചെയ്യപ്പെട്ട ആൾക്കാരൊക്കെ ഇതിന്റെ ഇടനിലക്കാരോ അല്ലെങ്കിൽ ഇതിന്റെ ഭാഗമായ ആൾക്കാരോ എന്ന് മാത്രമേ പറയാൻ പറ്റൂ. മെയിൻ കോൺസ്പിറസിയിൽ കുറച്ചുകൂടെ വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ കള്ളന്മാർ, റിയൽ കള്ളന്മാരിലേക്ക് ഇതുവരെ എത്തിയിട്ടില്ല. എത്തുമോ? എത്തിയേ പറ്റൂ. എത്താൻ എന്ത് ചെയ്യണം? എത്താൻ ഈ അന്വേഷണ സംഘത്തിന്റെ ഘടന മാറ്റാൻ ഹൈക്കോടതി നിർബന്ധിതമാവും എന്ന് തന്നെയാണ് എൻ്റെ നിരീക്ഷണം. പക്ഷേ അവിടെ എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം, ഇപ്പോൾ ഈ അന്വേഷണ സംഘത്തിന്റെ തലവൻ എന്ന് പറഞ്ഞാൽ വെങ്കടേഷ്, ADGP വെങ്കടേഷ് ആണ്. കേരള പോലീസിലെ ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള വളരെ വിരലുണ്ടാവുന്ന ഓഫീസേഴ്സ് ഉള്ള ആ ഓഫീസേഴ്സിന്റെ കൂട്ടത്തിൽ ഒരാളാണ് വെങ്കടേഷ്. ആ ടീമിലുള്ള ആളാണ് ബിജോയ് സാറുണ്ട്, P. ബിജോയ് SP. അതുപോലെ തന്നെ നമ്മുടെ മലപ്പുറത്തെ വിവാദ നായകൻ SP ഉണ്ട്. അങ്ങനെ ഒരുപാട് പേരുണ്ട്. പക്ഷെ ഇവരൊക്കെ
ക്രെഡിബിൾ ആയിട്ടുള്ള ഒരുപിടി ഓഫീസർമാരുള്ളപ്പോൾ അവർക്ക് നേരെ ചൊവ്വേ കാര്യങ്ങൾ അന്വേഷിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ താങ്കളുടെ വാക്കിൽ നിന്ന് അല്ലെങ്കിൽ ഹൈക്കോടതിയുടെ അനുമാനത്തിൽ നിന്ന് നമുക്ക് വിലയിരുത്താൻ സാധിക്കുക. അപ്പോൾ ഇനി ഇതുക്കും മേലെ ഒരു ഉദ്യോഗസ്ഥരെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇതിൽ കൂടുതൽ എന്ത് സംഭവിക്കാനാണ്? ഇതൊക്കെ മേലെ ആവണമെന്നില്ല. മറ്റ് സംസ്ഥാനങ്ങളിൽ, കാര്യം ഈ ഒരു കേസ് നമ്മുടെ ഒരു സംസ്ഥാനം മാത്രം ഉൾപ്പെട്ടല്ല, മറ്റ് 3 സൗത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളോട് ഉൾപ്പെട്ട ഒരു കേസാണ്. ഹൈദരാബാദ് ഉൾപ്പെട്ടിട്ടുണ്ട്, കർണാടക ഉൾപ്പെട്ടിട്ടുണ്ട്, തമിഴ്നാട് ഉൾപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു കേന്ദ്ര ഏജൻസി അന്വേഷണം വന്നാൽ പോരെ? അല്ല, കേന്ദ്ര ഏജൻസി അന്വേഷണം കൊടുക്കുന്നതിന് ചില പരിമിതികളുണ്ട്. ഒന്ന്, ഒരു സ്റ്റേറ്റ് FIR ഇട്ടതിന് ശേഷമേ കൊടുക്കാൻ പറ്റത്തുള്ളൂ. ഇവിടെ സ്റ്റേറ്റ് അല്ല FIR ഇട്ടേക്കുന്നത്, ഹൈക്കോടതി നേരിട്ടാണ് FIR ഇട്ടേക്കുന്നത്. ഇവിടെ ഈ ഒരു കേസിലൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ വീട്ടിലൊരു സാധനം മോഷണം പോയിട്ട് ഞാൻ അറിഞ്ഞിട്ട് ഞാൻ ഇന്ന് വരെയും പരാതിക്കാരനായിട്ട് പോവില്ല എന്നൊരവസ്ഥയിൽ പോലീസിന് എന്നെ പ്രതിയാക്കി കേസെടുക്കേണ്ടി വന്നു എന്നുള്ളൊരു വിചിത്രമായ ഒരു അവസ്ഥയാണ് നമ്മൾ കാണുന്നത്. അതായത് ദേവസ്വം ബോർഡിൻ്റെ വസ്തുക്കൾ മോഷണം പോയെന്ന് ദേവസ്വം ബോർഡ് അറിഞ്ഞിട്ട് ഇന്ന് വരെ ദേവസ്വം ബോർഡിന് അതിനകത്ത് പരാതിയില്ല. ആ ഒരു സാഹചര്യത്തിൽ ദേവസ്വം ബോർഡ് ആണ് ഒരു പ്രതി. ഇതൊക്കെ സാങ്കേതികമായ കാര്യങ്ങളാണ്. അല്ല, ഇത് ഇന്റർആലിയ ഗവൺമെന്റ് തന്നെയാണ് എതിർകക്ഷിയായിട്ട് നിൽക്കുന്നത്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, യോഗേഷ് ഗുപ്ത എന്ന് പറയുന്ന ഏറ്റവും സീനിയർ മോസ്റ്റ് ആയിട്ട് കേരളത്തിലെ IPS ഉദ്യോഗസ്ഥനെ ഒതുക്കി ഏത് രീതിയിലാണ് അയാൾ ഹറാസ് ചെയ്യുന്നതെന്നുള്ള കാര്യം നമ്മൾ കണ്ടതാണ്. ജേക്കബ് തോമസിനെ ഏത് രീതിയിലാണ് ഹറാസ് ചെയ്ത് വിട്ടെന്ന് പറഞ്ഞാൽ മനസ്സിലായി. ഇവരെക്കാളും ഒന്നും വലുതല്ലല്ലോ ADGP വെങ്കടേഷ് എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിന് ഈ പാഠങ്ങളെല്ലാം മുന്നിലുണ്ട്. അപ്പോൾ അത് കണ്ടിട്ട് അദ്ദേഹത്തിന് മുന്നോട്ട് പോകാൻ പറ്റും. ADGP വെങ്കടേഷിന്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ രാജ്യം തന്നെ ഉറ്റുനോക്കിയ സത്യം സ്കാമും അതുപോലെ തന്നെ ബെല്ലാരി ബ്രദേഴ്സിന്റെ കുംഭകോണമൊക്കെ അന്വേഷിച്ച ഉദ്യോഗസ്ഥനാണ് CBI ഉണ്ടായിരുന്ന സമയത്ത്. സോ അത്രയും, അതായത് ഉന്നതങ്ങളിലുള്ള രാജ്യാന്തര തലത്തിൽ തന്നെയുള്ള സമ്മർദ്ദങ്ങൾ പോലും അതിജീവിച്ച് കേസ് അന്വേഷിച്ച പാരമ്പര്യം അവർക്കുണ്ട്. പക്ഷേ കേരളത്തിലേക്ക് വരുമ്പോൾ കുറെ അമ്പലക്കള്ളന്മാരുടെ മുന്നിൽ പതർന്നു. അങ്ങനെയാണ്. അതെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ കേന്ദ്ര അന്വേഷണ ഏജൻസി വരുന്നതിന്റെ പ്രായോഗിക ബുദ്ധിമുട്ടുകൾ താങ്കൾ പറഞ്ഞു, അതവിടെ നിൽക്കട്ടെ. പുതിയൊരു ടീം ഇവരോടൊപ്പം വരികയാണെന്നുണ്ടെങ്കിൽ ADGPയുടെ കൂടെ ഒരു ടീം എന്ന് പറയുമ്പോൾ അദ്ദേഹത്തെക്കാൾ മുകളിലുള്ള ഉദ്യോഗസ്ഥനെ വെക്കണം. താഴെ ആയിരിക്കാം. ശരി. പക്ഷെ അങ്ങനെയാണെങ്കിൽ അവർക്ക് ഈ മോഷണം ഇവിടെ കേരളത്തിലാണ് മോഷണം നടന്നിട്ടുണ്ടെങ്കിൽ ഈ തൊണ്ടി മുതലുകൾ പ്രോസസ്സ് ചെയ്തതും അറേഞ്ച് ചെയ്തതും എല്ലാം മറ്റു സ്റ്റേറ്റുകളിലാണ് നടന്നിരിക്കുന്നത്. ശരി. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ ഇതിനെ യൂസ്ഫുള്ളായിട്ട് നമുക്ക് കോർഡിനേറ്റ് ചെയ്യണമെങ്കിൽ അത്രയും സീനിയർ ആയിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരും കൂടെ ഈ കേസിൽ വന്നു കഴിഞ്ഞ് ഈ അന്വേഷണം തൃപ്തികരമല്ലെങ്കിൽ കോടതിക്ക് വേണം ഇത് സ്വമേധയാ CBIക്ക് കേസ് വിടാൻ വേണ്ടി. ശരി, നല്ലത് സംഭവിക്കുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. പുതിയൊരു അന്വേഷണ സംഘം വന്നു എന്ന് കരുതുക, അല്ലെങ്കിൽ ഇപ്പോഴുള്ള ടീമിനോടൊപ്പം കുറച്ച് ക്രെഡിബിൾ ആയിട്ടുള്ള കുറച്ച് ഓഫീസേഴ്സ് കൂടെ ആഡ് ഓൺ ചെയ്തു എന്ന് കരുതുക. അവർ എങ്ങനെയായിരിക്കണം ഈ കേസ് അന്വേഷിക്കുന്നത്? അവരോട് പറയാൻ താങ്കൾ ഈ കേസ് സസൂക്ഷ്മം നിരീക്ഷിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് താങ്കൾക്ക് എന്തെങ്കിലും ഗൈഡ് ലൈൻസ് അല്ലെങ്കിൽ ചോദ്യങ്ങൾ ഈ അന്വേഷണ സംഘത്തോട് ചോദിക്കാനുണ്ടോ? അല്ല, ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് മിസ്സിംഗ് ആണ്. കാര്യം ഈ കേസിൽ ആദ്യം വാദിയായിട്ട് വരുന്നത് നമ്മൾ ഈ പോറ്റിയെന്ന് ഇപ്പോൾ നമ്മൾ ഹിറ്റായ ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് ഈ കേസിലെ യഥാർത്ഥ വാദി എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു പരാതിയിലാണ് ഈ കേസ് തുടങ്ങുന്നത്. അദ്ദേഹം കണ്ടില്ല എന്ന് പറയുന്ന പീഠം അദ്ദേഹത്തിൻ്റെ സഹോദരിയുടെ വീട്ടിൽ നിന്നും കണ്ടെടുത്തു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്തും കൂടെ കൊണ്ടുവച്ചാണ് കോവിഡ് കാലമായിട്ട് മറന്നുപോയി എന്ന് പറയുന്നത്. അപ്പോൾ ഈ കൂടെ ഉണ്ടാകുന്ന സുഹൃത്ത് ആരാണ്? അതുമല്ല, ഇതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു തൊണ്ടി മുതലാണ് കണ്ടെടുത്ത് ഒരാളുടെ വീട്ടിൽ നിന്ന്. ആ വീട്ടിൻ്റെ ഉടമയോ ഉടമസ്ഥനെയോ അല്ലെങ്കിൽ അതിൻ്റെ കസ്റ്റോഡിയനോ എന്തുകൊണ്ട് ഇതൊരു ചോദ്യം ചെയ്തില്ല? സാധാരണഗതിയിൽ സംഭവിക്കുന്നതാണ്. ഇപ്പം നമ്മുടെ പുരയിടത്തിലാണ് ഒരു സാധനം, ഒരു തൊണ്ടി മുതൽ കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ മൊഴി രേഖപ്പെടുത്തേണ്ടതാണ്. ഇതൊന്നും രേഖപ്പെടുത്താത്തത് വളരെ വിചിത്രമാണ്. രേഖപ്പെടുത്താത്ത ചരിത്രം ഇതിനു മുൻപ് ഉണ്ടായിട്ടുണ്ട്. അല്ല, പക്ഷേ ആ ഒരു തൊണ്ടി മുതൽ ഇപ്പോൾ കോടതി ഒരു മജിസ്ട്രേറ്റിന് മുമ്പ് ഈ തൊണ്ടി മുതൽ ഹാജരാക്കുമ്പോൾ എവിടുന്ന് കിട്ടി, അവരുടെ മൊഴി എവിടെയെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് പല കേസുകളും കോടതിയിൽ എത്തിയതിന് ശേഷം ഈ കേസുകൾ പലരും തോറ്റുപോകുന്ന കാര്യങ്ങൾ, പലരും രക്ഷപ്പെട്ടു പോകുന്ന കാര്യങ്ങൾ കേസ് അന്വേഷണത്തിൽ ഉണ്ടാകുന്ന ഇത്തരം വീഴ്ചകളാണ്. ശരി, ഇതിലുണ്ടായിട്ടില്ല. ആ ഒരു കാര്യത്തിൽ ചോദ്യം ചെയ്തിട്ടില്ല. വേറെ എന്താണ് ചോദ്യം? വേറെ ഇന്നലെ അറസ്റ്റ് ചെയ്ത 2 പേരുണ്ട്. അവരുടെ 2 പേരുടെ ഇടയ്ക്ക് മധ്യവർത്തിയായിട്ട് പ്രവർത്തിച്ചത്, അതായത് ഈ ചെന്നൈയിൽ നിന്നും സ്വർണം ഇവിടേക്ക് കൊണ്ടുപോയ, ബെല്ലാരിയിലോട്ട് കൊണ്ടുപോയ ലോകേഷ് എന്ന് പറയുന്ന ഒരാളെ ഇതുവരെ അവർ കണ്ടെത്തുകയോ മൊഴിയെടുക്കുകയോ ചെയ്തിട്ടില്ല. ഇനി ഇതിൽ ഈ 7 പാളി സ്വർണം ഈ വിഗ്രഹങ്ങളിൽ ചാർത്തി എന്ന് പറയുന്നത് ചെക്ക് ചെയ്ത് വിജയ് മല്ലയെ അറിയിച്ചത് സെന്തിൽനാഥൻ എന്ന് പറയുന്ന ഒരു തമിഴ്നാട്ടുകാരനാണ്. അയാൾ എറണാകുളം സെറ്റിലാണ്. അയാൾ ഈ അമാൽഗമേഷൻ്റെ ഒരു എക്സ്പെർട്ടും കൂടെയാണ്. അയാളാണ് പറഞ്ഞത് ഞാനാണിത് കണ്ട് ഈ പാളി എന്ന് പറഞ്ഞു. ഈ ദേവസ്വം ബോർഡ് പ്രസിഡന്റും മന്ത്രിയും പല പ്രാവശ്യം പറഞ്ഞത് സ്വർണം പൂശി എന്നാണ് പറയുന്നത്. ഇത് വെറും പൂശലാണ്. യഥാർത്ഥത്തിൽ അദ്ദേഹം പറഞ്ഞത് നമ്മുടെ A4 സൈസ് പേപ്പറിൻ്റെ പകുതി കനമുള്ള 7 പാളി സ്വർണം അതിൻ്റെ പുറത്ത് ക്ലാഡ് ചെയ്തു എന്നാണ് പറഞ്ഞത്. ഞാൻ ഇംഗ്ലീഷിൽ പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മലയാളത്തിൽ പറഞ്ഞ ആൾക്കാർ കൺഫ്യൂഷൻ ആകാതിരിക്കാൻ വേണ്ടി 7 പാളി സ്വർണം അതിൽ ക്ലാഡ് ചെയ്തു. പൂശിയല്ല, ഇലക്ട്രോപ്ലേറ്റിംഗ് അല്ല, ഒരു ലേപനം
അല്ല, ലേപനമല്ല, 7 ലെയർ അതിൻ്റെ പുറത്ത് ഒട്ടിക്കുക ചെയ്തത്. അതായത് ഒരു 3 A4 സൈസ് പേപ്പർ ഒട്ടിക്കുന്നതിൻ്റെ രീതിയിലുള്ള പ്രോസസ്സ് മെർക്കുറി ഉപയോഗിച്ചു ചെയ്തു എന്നാണ് അദ്ദേഹം പറയുന്നത്. ശരി. അല്ലാതെ ഇവർ പറയുന്ന പോലെ സ്വർണം പൂശേണ്ട ഒരാവശ്യമില്ല. ഈ തന്ത്രിയാണ് ഇതിനകത്തുള്ള ഏറ്റവും വലിയ കള്ളൻ എന്ന് പറയുന്ന കാര്യം അദ്ദേഹം പറയുന്നത് 7 പാലിൽ സ്വർണം പൂശിയതിലെ സ്വർണം മങ്ങിപ്പോയി, അതുകൊണ്ട് സ്വർണം പൂശാൻ പറഞ്ഞു. ഈ 7 പാളി സ്വർണത്തിൻ്റെ പുറത്ത് സ്വർണം എങ്ങനെ പൂശുന്നേ? ഇത് ക്ലീൻ ചെയ്യേണ്ട ആവശ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഗൂഢാലോചനയിൽ ഏറ്റവും ഇതിനകത്ത് നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആരും ശ്രദ്ധിക്കാത്തതെന്നും ആരും ആവശ്യപ്പെടാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കാലയളവിൽ ഉണ്ടായിരുന്ന ഇവരുടെ മേൽശാന്തിമാർ, ഈ മേൽശാന്തിമാർ ഒരു മാസത്തിൽ 5 ദിവസം ജോലി ചെയ്തിട്ട് നമ്മൾ 30 ദിവസത്തെ ശമ്പളവും കൊടുത്തിട്ട് അദ്ദേഹത്തെ സന്നിധാനത്ത് തന്നെ പുറപ്പെടാ ശാന്തിയായിട്ട് വെച്ചേക്കുന്നത് അയ്യപ്പനൊരു കൂട്ടിന് കൂടെ തന്നെയാണ്. അവിടെ എന്ത് നടക്കുന്നു എന്നുള്ളത് മോണിറ്റർ ചെയ്യേണ്ടതും അത് തന്ത്രിയും ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥന്മാരെയും അറിയിക്കേണ്ടതും ദേവസ്വം ബോർഡിനെ അറിയിക്കേണ്ട എല്ലാ ഉത്തരവാദിത്വം ഈ മേൽശാന്തിമാർക്കുള്ളതാണ്. അത് താക്കോൽ മേൽശാന്തിയുടെയിലാണ്. അപ്പോൾ അവിടെ നടന്ന കാര്യങ്ങളിൽ എന്താണെന്ന് ഇന്ന് വരെ ഒരു മേൽശാന്തി എടുത്തും ചോദിച്ചിട്ടില്ല, അവരെ ആരും മൊഴി എടുത്തിട്ടില്ല, അവരെ ആരും സാക്ഷിയാക്കി വെച്ചിട്ടുമില്ല. ഈ തന്ത്രിയെ ഭയമാണ് പോലീസിന്. പ്രധാനമായിട്ട് പൂണൂലിന് ഈ അന്വേഷണ സംഘത്തിന് ഭയമാണോ എന്ന് എനിക്കൊരു ഭയമുണ്ട്. കാര്യം ഈ ഇവർ അറിയാതെ, ഈ ഇത്രയും മേൽശാന്തിമാരും ഈ തന്ത്രിമാരും അറിയാതെ അവിടെ ഒന്നും നടക്കത്തില്ല. ബ്രാഹ്മണ ശാപം എന്നൊക്കെ പറഞ്ഞ് പലരും പറയാം. അതൊക്കെ ചുമ്മാ അല്ല, അങ്ങനെ ചില കേട്ടുകേൾവികൾ അല്ലെങ്കിൽ പറച്ചിലുകൾ അല്ലെങ്കിൽ വിശ്വാസങ്ങളുണ്ട്. അപ്പോൾ പോലീസ് അത്തരത്തിലുള്ള എന്തെങ്കിലും അല്ല, ദൈവത്തെക്കാളും വലുതാണ്. നമ്മൾ പണ്ടൊരു ചൊല്ലുണ്ടല്ലോ, മൂർത്തിയെക്കാളും വലിയ ശാന്തിക്കാരൻ എന്ന് പറയുമല്ലോ. അപ്പോൾ അതൊക്കെ അങ്ങനെ ഒരു പേടിയുണ്ടെങ്കിൽ അത് ഇത്രയും കാര്യങ്ങൾ കൊണ്ടുവന്ന അയ്യപ്പനും ബാക്കിയും കൂടെ കൊണ്ടുവരാനുള്ള കഴിവുണ്ടാവും എന്നുള്ള കാര്യം നമുക്ക്. അല്ല, കേരള പോലീസിന് ഇപ്പൊ ദൈവത്തിന്റെ കാര്യം അവിടെ നിൽക്കട്ടെ, കേരള പോലീസിന് അത്തരത്തിലുള്ള വലിയ വിശ്വാസമല്ലോ ഉള്ളത് കൊണ്ടാണോ ഈ പോറ്റിമാരെ തൊടാത്തത്? എന്തായാലും ആദ്യം അറസ്റ്റിലായതൊരു പോറ്റിയാണല്ലോ. അപ്പൊ പിന്നെ ബാക്കി പോറ്റിമാരെ ഒന്നും പേടിക്കേണ്ട കാര്യമില്ല. ഒരു പൂണൂലും ബാക്കി പൂണൂലൂടെ തൂങ്ങിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല. പക്ഷെ എന്തായാലും തൊടേണ്ട തന്ത്രി തൊട്ടിട്ടില്ല, തൊടേണ്ട തന്ത്രിമാരൊന്നും തൊട്ടിട്ടില്ല. ഈ വാജിവാഹനവും ഈ തന്ത്രിയുടെ കയ്യിൽ വന്നു, അത് തിരിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞ് അങ്ങേരെ ഒരു പരാതി ദേവസ്വം ബോർഡിന് കൊടുത്തേക്കുക. അങ്ങേരെ കൊണ്ട് നടക്കി വെച്ചാൽ മതിയല്ലോ, തീർന്നല്ലോ, അല്ലെങ്കിൽ കാണിക്കപ്പെട്ട് ഇട്ടാൽ മതിയല്ലോ. അപ്പൊ ഇങ്ങേരെ എങ്ങനെ ഇദ്ദേഹത്തിന്റെ കയ്യിൽ വന്നു? അവിടെ ഉള്ള തന്ത്രിമാരുടെ റോള് യഥാർത്ഥത്തിൽ ഈ തന്ത്രിമാര് എന്ന് പറയുന്ന ഒരു സാധനം തന്നെ യഥാർത്ഥത്തിൽ ഈ അമ്പലങ്ങളിൽ വിശേഷ ദിവസങ്ങളിലും ഉത്സവ ദിവസങ്ങളിലും മാത്രം ഉണ്ടാവേണ്ട ആളാണ്. ദൈനംദിന പൂജയ്ക്ക് മുറിയും അവിടെ അച്ചുകെട്ടി അനുഗ്രഹം പൈസ അനുഗ്രഹം തരാമെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കേണ്ട ഒരു ആവശ്യമില്ല. അവിടെ നിന്ന് കോടിക്കണക്കിന് രൂപയാണ് ഇവർ അയ്യപ്പന്മാരുടെ ഭക്തന്മാരെ കബളിപ്പിച്ചുണ്ടാക്കുന്നത്. അപ്പോൾ ഇതാണ് അവിടുത്തെ ഇവർക്ക് കൊള്ള നടത്താനുള്ള ഏറ്റവും വലിയൊരു സാഹചര്യം. അയ്യപ്പനെ പോലെ ഒരു 4 അമ്പലം അവർക്കൂടെ കെട്ടി അവിടെ കൊടുത്തിട്ടുണ്ട്, ഒരു മുറി മേൽശാന്തിക്കും. ഇവർക്ക് പ്രത്യേകിച്ച് ദക്ഷിണ കോടിക്കണക്കിന് രൂപയാണ് കൊണ്ടുവിടുന്നത്. ഇതൊന്നും ഇൻകം ടാക്സ് കൊടുക്കുന്നതല്ല. അപ്പോൾ ഇതൊക്കെ അവർക്ക് ഡൊണേഷനായിട്ട് കിട്ടുന്നതാണ്. ലക്ഷക്കണക്കിന് രൂപയാണ് അവിടെ ഒരു ദിവസം. അല്ല, ഈ തന്ത്രിയുടെ മുറിയിലുള്ള നടപടി തന്ത്രിക്കുണ്ട്. ഇപ്പുറത്ത് മേൽശാന്തിക്ക് ഒരു മുറിയുണ്ട്, പിന്നെ കഴകക്കാർക്ക് വേറൊരു മുറിയുണ്ട്. ഇവിടെ എല്ലാം പൈസ പോകുന്നുണ്ട്. അപ്പോൾ ഇന്നലെ കഴിഞ്ഞ ആഴ്ച തന്നെ ഹൈക്കോടതി പറഞ്ഞു അങ്ങനെ ആടിയ നെയ്യ് തന്ത്രിയുടെ ഓഫീസിൽ വെച്ച് വിൽക്കണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് ഹൈക്കോടതി ഇത്രയും റഡാർ വെച്ച് നോക്കിയിട്ട് പോലും അവിടെ നടക്കുന്ന കാര്യങ്ങൾ നമുക്കൊന്നും ചിന്തിക്കാൻ പറ്റുന്നതിനേക്കാളും അപ്പുറമാണ്. അപ്പൊ ഇതെല്ലാം ചുരുക്കം പറഞ്ഞാൽ തന്ത്രിയുടെ തന്ത്രങ്ങളായിട്ടാണ് നമുക്ക് വ്യാഖ്യാനിക്കാൻ സാധിക്കും. തീർച്ചയായിട്ടും മന്ത്രിയുടെ കുതന്ത്രങ്ങൾ അതിനോടൊപ്പം മന്ത്രിയും എല്ലാവരും പോറ്റിയും എല്ലാം ചേർന്നുള്ള ഇതാണ്. ഇപ്പോൾ ഇന്നലെ ഈ പോറ്റി എന്നൊരു പാട്ട് വന്നപ്പോഴത്തേക്ക് എന്നെ കേസ് എടുത്തു. എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു സുഹൃത്ത് പറയണത് 110 ഗാനങ്ങൾ അയ്യപ്പ ഭക്തി ഗാനങ്ങളിൽ ഞാൻ പാരഡി ഉണ്ടാക്കി അടുത്ത ഇലക്ഷന് മുമ്പ് അവതരിപ്പിക്കാൻ പോകുന്നു. ഇവർക്കെന്താ ഈ പാരഡി, ഈ പോറ്റിയെ കയറ്റിയതിനും മോട്ടിച്ചതിനും ഒന്നും കുഴപ്പമില്ല, തന്ത്രിമാർ അറസ്റ്റ് ചെയ്യാത്തതിനും കുഴപ്പമില്ല. അവരുടെ പേര് പറയുമ്പോഴത്തേക്കാണ് ഇവർക്കൊക്കെ നോവും. ഓക്കെ, അപ്പൊ ഇനി അന്വേഷണ സംഘത്തിന്റെ കാര്യങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇനി എന്തൊക്കെ കാര്യങ്ങളാണ് അന്വേഷണ സംഘത്തിന്റെ മുന്നിൽ ഒരു പോയിന്റ് ആയിട്ട്, അല്ലെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ട് ഇത് ചെയ്തില്ല എന്നൊരു ചോദ്യം താങ്കൾ ഉന്നയിക്കുകയാണെങ്കിൽ അത് എന്തൊക്കെയായിരിക്കും ഇനിയുള്ള ചോദ്യങ്ങൾ? യഥാർത്ഥത്തിൽ ഈ സംഭവം നടക്കുന്ന സമയത്ത് ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന പ്രശാന്താണ്. അദ്ദേഹത്തെ അറിയിക്കാതെ ഈ പാലോട് പ്രശാന്തും കൂടെ ഇതിനകത്ത് വരാതെ ഈ കേസ് അവിടെ ഇരിക്കുന്ന 2 പേർക്ക് ഒരു ശാന്തി ഉണ്ടാവില്ല. അവിടെ ഇരുന്ന ഇപ്പോൾ കിടക്കുന്ന 2 ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരുടെ കൂടെ എന്തുകൊണ്ടും അവർക്ക് കൂട്ടുകിടക്കാൻ യോഗ്യനാണ് ഈ പ്രശാന്ത്. അതൊക്കെ ശരിയാണ്. ഈ പ്രശാന്ത് അദ്ദേഹത്തിന്റെ പത്രസമ്മേളനത്തിൽ അദ്ദേഹം നടത്തിയ ആ ഒരു ബോഡി ലാംഗ്വേജ് ഉണ്ട്, ശരിക്ക് കള്ളന്റെ ബോഡി ലാംഗ്വേജ് ആണ്. നമ്മൾ സാധാരണ നടന്നു പോകുമ്പോഴത്തേക്ക് ഒരു പോലീസുകാരൻ നടന്നു പോകുമ്പോഴത്തേക്ക് സ്പീഡ് കൂട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ പോലീസ് അവനെ വിളിപ്പിക്കാറുണ്ട്. നമ്മൾ നടന്നു പോകുമ്പോൾ അറിയില്ല, പക്ഷേ നമ്മളോട് നടക്കുന്ന ഒരാൾ ഇത്തിരി സ്പീഡ് കൂടിക്കഴിഞ്ഞാൽ ഉടനെ അവനെ വിളിക്കാറുണ്ട്. അത് കറക്റ്റ് സ്പോട്ടും ആയിരിക്കും. അപ്പോൾ അതേപോലെ ഇവർ പോലീസുകാർ കള്ളന്മാരെ കണ്ടുപിടിക്കുന്ന ബോഡി ലാംഗ്വേജ് ഇന്നാണ്. അപ്പോൾ ആ പത്രസമ്മേളനത്തിൻ്റെ ബോഡി ലാംഗ്വേജ് എല്ലാവരും കണ്ട് റെക്കോർഡ് ചെയ്ത സാധനമാണ്. ആ ബോഡി ലാംഗ്വേജ് കണ്ടു കഴിഞ്ഞാൽ അറിയാം ഇത്രയും ചെറിയൊരു കാര്യം എന്നാണ് പറഞ്ഞത്. ഈ 4.5 കിലോ സ്വർണം പോയത് ഒരു ചെറിയ കാര്യമാണ്.
അതിനെ അവർ പെരുപ്പിച്ച് കാണിക്കുന്നു. ഇപ്പോൾ ഈ പെരുപ്പിച്ച് കാണിച്ചവരുടേതായ കുറ്റം ഈ മോട്ടിച്ചതിനും പിന്നെ ചെറിയ ചെറിയ വീഴ്ചകളൊക്കെ ഞങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. ഇന്ന് സമയത്തിന് അറിയിക്കാത്ത വീഴ്ച, സമയത്തിന് അറിയിക്കാത്തല്ല, ഇവർ അറിയിക്കാതെ എടുത്തുകൊണ്ട് പോയി ഇവർ വരുന്നതിന് മുമ്പേ കൊണ്ട് വയ്ക്കാൻ വേണ്ടിയിട്ട് വെച്ചിരുന്നതാണ്. അതായത് നമ്മളിപ്പോൾ പോക്കറ്റിൽ നിന്ന് എടുത്തിട്ടേ കണ്ടാൽ ഞാനൊന്ന് കളിക്കെടുത്തതാ, കണ്ടില്ലെങ്കിൽ അതെൻ്റെ കയ്യിൽ ഇരിക്കട്ടെ എന്ന് വിചാരിച്ച രീതിയിലാണ് അദ്ദേഹം നോക്കിയത്. അപ്പം ഇതിൽ ആദ്യം അറസ്റ്റ് ചെയ്യേണ്ടത് ഈ പ്രശാന്തിലേക്ക് ഇതുവരെ എത്തിയിട്ടില്ല. ഇനി അടുത്ത കാര്യങ്ങൾ, അടുത്ത പോയിന്റ് എന്താണ്? അല്ല, പ്രശാന്ത്, തന്ത്രിമാര്, മേൽശാന്തിമാർ, ഇതിനകത്ത് ഏറ്റവും ക്രൂഷ്യലായിട്ടുള്ളത് മേൽശാന്തിമാരും അവരുടെ മൊഴികളുമാണ്. അത് ഇതുവരെയും വന്നിട്ടില്ല. എൻ്റെ ഫസ്റ്റ് ഫേസിലോട്ട് പോയിട്ടില്ല ഇതുവരെയും. ഇത് ഇപ്പോഴവർ നടപടിക്രമങ്ങളിലോട്ടൊക്കെ പോവുകയാണ്. ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ 15-ാം തീയതി നട അടയ്ക്കാൻ വേണ്ടിയിട്ട് അവർ കാത്തിരിക്കുകയാണെന്ന് തോന്നുന്നു. അത് കഴിഞ്ഞിട്ടായിരിക്കും കൂടുതൽ അന്വേഷണങ്ങളിലോട്ട്, കൂടുതൽ നടപടികളിലോട്ട് പോകുന്നത്. തന്ത്രി അറസ്റ്റ് ആയേ പറ്റത്തുള്ളൂ. അവരുടെ കുടുംബക്കാരിലേക്കൊക്കെ അന്വേഷണം തീർച്ചയായിട്ടും. ഇത് അദ്ദേഹം ചോദിച്ചപ്പോഴത്തേക്ക് ഓർമ്മ വരുന്നത് 3 കേസുകളുണ്ട്. ഒന്ന് ദൈവനായകി കേസ്, പിന്നെ ഉപാസന സജീവ് കേസ്, നല്ലമ്മാൾ പരമശിവൻ കേസ്. ഈ 3 കേസുകളിലും ചെന്നൈ ഹൈക്കോടതി ഉൾപ്പെടെയുള്ളവർ പറഞ്ഞിരിക്കുന്നത് ഈ ഒരാൾ ഗവൺമെൻറ് ജോലിക്കാരൻ അനധികൃതമായിട്ട്, ബാക്കി ആദ്യത്തെ 2 പേരും സബ് ഇൻസ്പെക്ടർമാരായിരുന്നു. അവസാനത്തും പറഞ്ഞ ഈ പരമശിവം എന്ന് പറഞ്ഞ ആൾ തമിഴ്നാട്ടിലൊരു മിനിസ്റ്ററായിരുന്നു, ലേബർ മിനിസ്റ്ററായിരുന്നു. അപ്പം ഇവർ കൊണ്ടുവന്ന ഇൽ ഗോട്ടൺ മണി എന്നാണ് ആ വെർഡിക്റ്റ് പറയുന്നത്. അവർ കൊണ്ടുവന്ന മണി, അതായത് അന്യായമായി കൊണ്ടുവന്ന പൈസ അവർ നിരുത്സാഹപ്പെടുത്തേണ്ടത് നിങ്ങളെ നല്ല പകുതികളുടെ ജോലിയാണ്, ഉത്തരവാദിത്വമായിരുന്നു. അതിൽ നിങ്ങൾ ഫെയിലായി. അതുകൊണ്ട് ഇവർക്കെല്ലാം ഓരോ വർഷം തടവും 1000 രൂപ വെച്ചിട്ട് പിഴയും കൊടുത്ത ഒരു ചരിത്രമാണ്. അങ്ങനെയാണെങ്കിൽ പ്രശാന്തിന്റെ ഭാര്യയും കൊടുക്കണം. പ്രശാന്തിന്റെ ഭാര്യമാരല്ല, ഇപ്പൊ അകത്തായി കിടക്കുന്ന മുരാരിയുടെയും ബാക്കി എല്ലാവരുടെയും ഭാര്യമാരും ഭർത്താക്കന്മാരും എല്ലാവരും കൂടെ ഇതിനകത്ത് കുടുങ്ങണം. ഇവരെയൊക്കെ കുടുക്കിയേ കേരളത്തിലെ ഭക്തജനങ്ങൾ അടങ്ങുള്ളൂ. അഥവാ അന്വേഷണ സംഘം ഇതിനകത്തോട്ട് ഇനി വീഴ്ച കാണിക്കുകയാണെങ്കിൽ പല ഭക്തന്മാരും കത്തുകളുമായിട്ട് സുപ്രീം കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുന്നു എന്നാണ് ഞാൻ അറിയുന്നത്. അമ്പലക്കള്ളന്മാരല്ല, അമ്പലക്കള്ളന്മാരും കള്ളിമാരും മാത്രമല്ല, ഇവർക്ക് എന്തെങ്കിലും ഒത്താശ ചെയ്യുന്ന ജഡ്ജിമാരുണ്ടെങ്കിൽ അവരും കുടുങ്ങുന്നുള്ളതാണ്. ഇന്നലെ ഒരു അർത്ഥം വെച്ചിട്ടുള്ള ഒരു അതെ ഇന്നലെ താങ്കൾക്ക് എന്തോ വിവരമുണ്ട്. കാര്യം ഇന്നലെ ബദറുദ്ദീൻ സാറിന്റെ ബെഞ്ചിലാണ് ആ കേസ് വന്നത്. ജാമ്യ ഹർജിയാണ് വന്നത്. ജാമ്യ ഹർജി വന്നപ്പോഴത്തേക്ക് ഈ അന്വേഷണ സംഘം കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത ജഡ്ജിമാരല്ല അത് പറഞ്ഞത്. ബദറുദ്ദീൻ സാറിന്റെ ബെഞ്ചാണ് പറഞ്ഞത് ഈ അന്വേഷണത്തിൽ എനിക്ക് ഒരു തൃപ്തിയില്ല. കാര്യം ഇവര് ഈ ഒരു ജാമ്യ ഹർജിയായിട്ട് വന്നത് തന്നെ ചിന്തിക്കാൻ പറ്റാത്തതാണ്. കാര്യം ആൾറെഡി 2 ഹൈക്കോടതി ജഡ്ജിമാർ എടുത്ത സുവമോട്ടോ കേസിലെ പ്രതികൾ ജില്ലാ കോടതിയിലും മജിസ്ട്രേറ്റ് കോടതിയിൽ ചെന്ന് അവർക്ക് എങ്ങനെ ജാമ്യം കൊടുക്കാൻ സാധിക്കും? അങ്ങനെയാണ് അവർ ജഡ്ജി ഹൈക്കോടതിയിലെത്തിയത്. ഹൈക്കോടതി എത്തിയപ്പോഴത്തേക്ക് ഇതിൻ്റെ ഒരു പ്രോസസ്സും ഒന്നും നടന്നിട്ടില്ല. അപ്പോൾ ഇതിൽ ഹൈക്കോടതിയിൽ തന്നെ എതിരഭിപ്രായങ്ങൾ നല്ലോണം ഉണ്ട് അവരുടെ പെരുമാറ്റത്തെ പറ്റി ജഡ്ജിമാരുടെ. അപ്പോൾ അത് തീർച്ചയായിട്ടും മാത്രമല്ല, ഈ ശബരിമലയിൽ നടന്നിരിക്കുന്ന വേറെ കാര്യം നമ്മൾ ചിന്തിക്കേണ്ടത്, ഈ വർഷങ്ങളായിട്ട് ദേവസ്വം ബോർഡ് ഗവൺമെൻറ്റിന് ശരിക്കും ഭരിക്കാൻ സാധിക്കാത്തത് കൊണ്ടാണ് ദേവസ്വം ബോർഡിൻ്റെ മേൽനോട്ടത്തിൽ പണ്ട് പരിപൂർണം കമ്മീഷനും അങ്ങനെ തുടങ്ങിയിട്ട് വർഷങ്ങളായിട്ട് ഇത് കോടതിയുടെ മേൽനോട്ടത്തിലാണ്. യഥാർത്ഥത്തിൽ ഇത് ജഡ്ജിമാർ ചെയ്യേണ്ട ജോലിയല്ല, അവരുടെ ജോലി വേറെയാണ്. അതെ. പക്ഷേ ഈ ഭരണകൂടം കണ്ടിന്യൂസ് ആയിട്ടില്ല. അപ്പോൾ ഇതിനകത്ത് ഈ വന്ന എല്ലാ സർക്കാരുകളും ഉണ്ട്. ഈ സർക്കാരുകളിലെല്ലാം തുടർച്ചയായിട്ട് ദേവസ്വം അഡ്മിനിസ്ട്രേറ്റ് ചെയ്യാനുള്ള കഴിവില്ലായ്മ കൊണ്ട്, നിവർത്തികേട് കൊണ്ടാണ് ഹൈക്കോടതി 2 ജഡ്ജിമാരെ ദേവസ്വം ബെഞ്ച് എന്ന് പറഞ്ഞ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വെച്ചേക്കുന്നത്. മനസ്സിലായി. അപ്പോൾ അവരുടെ ആൾറെഡി ഉള്ള ജോലി കൂട്ടുകയാണ്. ഇത് യഥാർത്ഥത്തിൽ അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിൽ ഒരു സത്യസന്ധനായ ഒരു ഓഫീസർ ചെയ്യേണ്ട ജോലിയാണ് 2 ജഡ്ജിമാർ ചെയ്യുന്നത്. മനസ്സിലായി. ഇപ്പോൾ ഇനി അന്വേഷണ സംഘത്തിന്റെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇനി എന്തെങ്കിലും കാര്യങ്ങൾ, നിർദ്ദേശങ്ങൾ, വിട്ടുപോയ സംഗതികൾ താങ്കൾക്ക് ചൂണ്ടിക്കാണിക്കാനുണ്ടോ? ധാരാളമായിട്ടുണ്ട്. കാര്യം സമയപരിമിതി കൊണ്ടാണ്, അത് പെട്ടെന്ന് നോട്ട് ചെയ്യാവും. അതെ. ഈ ക്രിയേറ്റീവ് കമ്പനിയിൽ നിന്നും ഈ സ്വർണം മോഷണം പോയതിന് ശേഷം ഇവരെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 3 മാസം എടുത്തു എന്ന് പറയുന്നത് ഒരു ആമ്പിൾ ടൈമാണ്. കാര്യം ഒരു കേസിൻ്റെ അന്വേഷണത്തിന് ഒരു ഗോൾഡൻ അവർ എന്ന് പറയുന്ന അതുപോലെ ആദ്യത്തെ ഒരാഴ്ചയാണ് ഈ ഒരു കേസിൻ്റെ പ്രതികൾക്ക് രക്ഷപ്പെടാൻ കിട്ടുന്ന സമയം, അല്ലെങ്കിൽ അവർക്ക് പുതുതായിട്ട് തെളിവുകൾ ചമയ്ക്കാനും ഉള്ള തെളിവുകൾ നശിപ്പിക്കാനും ഒക്കെ കിട്ടുന്ന സമയം. ഈ ആദ്യത്തെ ഒരാഴ്ച പോയിട്ട് ഇപ്പോൾ 100 ദിവസമായിട്ടും ഈ പ്രധാനപ്പെട്ട പ്രതികളിലോട്ട് എത്താൻ 100 ദിവസം എടുത്തു എന്ന് പറയുമ്പോഴത്തേക്ക് തന്നെ അത് എന്തുമാത്രം ഇഴയുന്നു എന്നുള്ളത് ഈ ഹൈക്കോടതി ഏൽപ്പിച്ച ഉദ്യോഗസ്ഥന്മാരുടെ കഴിവിലൊന്നും നമുക്ക് ആർക്കെങ്കിലുമോ അല്ലെങ്കിൽ കേരളത്തിലെ പൊതുസമൂഹത്തിനോ അല്ലെങ്കിൽ ജഡ്ജിമാർക്കോ ഒന്നും സംശയം ഉണ്ടായിട്ടല്ല ഇവരെ ഇത്രയും വലിയൊരു ജോലി ഏൽപ്പിച്ചത്. പക്ഷെ അതൊരു ഫെയിലായി എന്നുള്ളത് ഹൈക്കോടതിയിലെ ഒരു ജഡ്ജിക്ക് തന്നെ പറയണമെങ്കിൽ ഇടപെടലുകളുണ്ട്. അതിൻ്റെ അർത്ഥം ഇടപെടലുകൾ ഉണ്ടെന്ന് മാത്രമല്ല,
ഇത് ഒരു ഐസ്ബർഗിൻ്റെ ഒരു അറ്റം മാത്രമാണ്, മഞ്ഞുമലയുടെ ഒരു അറ്റം മാത്രമാണെന്ന് പറയേണ്ടി വരും. കാര്യം ഇതിൽ ഈ ശബരിമലയിൽ നടന്ന ഈ 4.5 കിലോ സ്വർണം ഞാൻ ഭക്തന്മാരുടെ വികാരം ചെറുതാക്കി കാണിക്കുകയല്ല, ഭക്തരുടെ വികാരം ശക്തമാണ്. പക്ഷേ അതിനേക്കാളും വലിയ എത്രയോ കോടി രൂപയുടെ അഴിമതി ശബരിമലയിൽ വർഷങ്ങളായിട്ട് നടന്നു വരുന്നു. ഇപ്പം നമ്മൾ ശബരിമലയിൽ ഒരു തട്ടുകട എണ്ണമെങ്കിൽ തന്നെ ഏകദേശം 40,000 രൂപ 50,000 രൂപയാണ് അവിടെ ദേവസ്വത്തിൽ അടയ്ക്കേണ്ടത്. എന്നാൽ ഒരു പൈസയും ചിലവാക്കാതെ ഈ ധനലക്ഷ്മി എന്ന് പറയുന്ന ബാങ്ക് വർഷങ്ങളായിട്ട് ശബരിമലയുടെ മൊത്തം വരുമാനം കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.